ഞാൻ സായിപ്പിനെ കെട്ടിപ്പിടിക്കുന്ന ഭാവമൊക്കെ എടുത്ത് ഇങ്ങോട്ടാ പറ എന്നോണ്ട് വിശേഷം. 6 കുഞ്ഞുങ്ങളുണ്ട്. 6 കുഞ്ഞുങ്ങളുണ്ടോ? അപ്പൊ നമ്മളവരെ ഇപ്പൊ സലൂൺ എടുത്തോളൂ. സലൂൺ വരിക. അതിനകത്ത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാറ്റ് നോക്കാം. പാവയ്ക്ക 1.5 കിतना साल हो गया? 10 വർഷമായി. മലയാളം നന്നായിട്ട് അറിയാം. 54 54 റുപ്പീസ് അല്ലേ? 54 രൂപയാണ് 1 ലിറ്റർ പാലിന്. എന്നെ പറ്റി എന്താ പറയണ്ടേ? ലോട്ടറിക്കൊന്നും അടിയില്ല. എങ്ങനെ ജീവിക്കും? അയ്യോ രാഹുൽ ചേച്ചിയുടെ വിഷമം ചേച്ചി പറയാം. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കും. ഈ പോകുന്ന പാവങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും. ഈ വെയിൽ കൊള്ളാൻ പോകുന്ന മേശ്രിമാരും അവർ ഇവരെല്ലാം 10ഉം 12ഉം ടിക്കറ്റ് മേടിച്ചോണ്ട് പോകും. ഒരൊറ്റ ഒരു 100 രൂപ പോലും അവർക്ക് അടിക്കത്തില്ല. നമുക്ക് ഈ ഇതുപോലെ കാല് വയ്യാത്തവരും കൈ വയ്യാത്തവരും പ്രായമായവരും എല്ലാം ഈ ലോട്ടറി കൊണ്ട് നടക്കുന്നു. എല്ലാവരും കടത്തിനുമേ കടം. 2 ലക്ഷം രൂപയോളം എനിക്കുണ്ടായിരുന്നു. മൊത്തം ലോട്ടറി പോയി. ഒന്നുമില്ല. ആ ഒരു വരുവായി നിർത്താനും പറ്റത്തില്ല, കൊണ്ടുപോകാനും പറ്റത്തില്ല. ആ ഒരു ചേച്ചി എവിടെ ടിക്കറ്റ് എടുക്കുന്നത്? ഞാൻ കുമ്പളാമ്പി ഡെയിലി വരുമോ? ബസ്സേ വരുമോ അതോ ബസ്സേ കിട്ടുമോ അല്ലേ? അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥയെ പറ്റി പറയാം. സാറേ എന്നുണ്ട് ആരും നടക്കാൻ പോകുന്നു? എല്ലാവരും ഉണ്ടല്ലോ. എവിടെ നടക്കും? ഗ്രൗണ്ടിൽ പോകും അല്ലേ? ഗ്രൗണ്ടിൽ കുറേ ടീമുണ്ടല്ലേ? ഞാനും ചെറിയ പരിപാടി തുറക്കട്ടെ. എനിക്ക് വയ്യത് ഒരാഴ്ചയായിട്ട് ആശുപത്രിയിലായിരുന്നു. ഫുഡ് പോയിസൺ അടിച്ചാൽ തീരുമാനമായി. 10,000 രൂപ പോയി. ഫുഡ് പോയിസൺ അടിച്ചതാ. സായിപ്പ് കേട്ടോ പോകുന്നു. സായിപ്പേ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ സായിപ്പേ? JP ചോദിച്ചത്. ഞാൻ സായിപ്പിനെ കെട്ടിപ്പിടിക്കുന്ന ഭാവമൊക്കെ എടുത്ത് ഇനി അത് വേറെ തെറ്റിദ്ധരിക്കും. എങ്ങനാ JP എവിടെ പോവാന്ന്? JP എന്നെ കൂടെ കൊണ്ടുപോകും. ചെലവരിക്കെടുക്കുമോ? JP കൊണ്ട് നമ്മുടെ ഇദ്ദേഹം എങ്ങോട്ട് പോവാ? ഇത് ഭയങ്കര കാര്യമായിട്ടതല്ലോ. ഒരിക്കലും ഇല്ലാത്ത പോലെ ചെത്തി അടിച്ച്. അയ്യോ രാവിലെ എനിക്ക് പത്രം രാവിലത്തെ ഒരു വൈബാണ്. അതെ പ്രകാശേട്ടൻ പത്രം കൊണ്ട് തന്നു. ഓക്കെ രാവിലെ വിജനമായിട്ട് കിടക്കും നമ്മുടെ ചിറ്റാർ ടൗണാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ വന്നൊരു വൈബ് അടിക്കാൻ വേണ്ടി വന്നതാണ്. വൈബേ എങ്ങനാ? രാവിലെ തന്നെ അരി കൊടുക്കും. അരി ആറാറോ വിടുന്നു. അപ്പോൾ രാവിലത്തെ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. വണ്ടിയും വന്നു പോകണോ? ശരി കാണാം. ഇനി പോയി തീരുമാനമൊക്കെ ബിരിയാണി കഴിച്ചിട്ടല്ലേ ഓർക്കണേ. പുതിയ വണ്ടിയാണോ? ഗവി വണ്ടി പോകുന്നു. ആദ്യത്തെ സംഭവം കേട്ടോ. എനിക്ക് ഗവി വണ്ടി കാണാൻ പറ്റിയില്ല കേട്ടോ. പോകുന്നു ഗവി വണ്ടി രാവിലത്തെ ടൊടോ. അപ്പോൾ രാവിലെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അതെ രാവിലെ ഗവിക്ക് പോവാം. ബസ്സേ വരുവാണെങ്കിൽ ഗവിക്ക് പോവാം. അടച്ചാലും അടച്ചില്ലേലും അതെ KSRTC വണ്ടി വന്നാൽ KSRTC വണ്ടിയിൽ പോകാം. രാവിലത്തെ ചിറ്റാറിലെ ചില കാഴ്ചകളാണ് കാണിക്കുന്നത്. ചേച്ചി രാവിലെ കുടയൊക്കെ ആയിട്ട് തന്നെ രാവിലെ കുടയും ചൂടി കിടക്കുമല്ലോ. മഴയൊന്നും ഇല്ല, പെയ്യത്തില്ലെന്ന്. എന്നാച്ചി കുടയൊക്കെ വെച്ച് വലിയ കാര്യത്തിൽ കഥ പറയുക. ബായി വരുന്നല്ലേ? ബായി എന്തോ ഈ കുനിഞ്ഞ് നോക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങി വാ, ചോദിക്കട്ടെ. സിനിമയിലെടുക്കാം ബാ. ബായി എടാ പാലിന് എന്നാ വിലടാ ബായി? दूध का कितना है? 54. भाई कितना എത്ര നാളാണ് നാട്ടിലായിട്ട് ഇവിടെ ആയിട്ട് എത്ര നാളായി കേരള? कितना साल हो गया? 10 വർഷമായി. മലയാളം നന്നായിട്ട് അറിയാം. आता है जाता है. दूध का कितना है? आधा किलो अकेला? കൊള്ളാം. ഓക്കെ രാവിലെ എല്ലാവരും ഉണ്ട്. കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നോട് പറഞ്ഞോ എന്തിനും പറയാനുണ്ടോ? എന്റെയോ? അതേ കണ്ടോ അണ്ണാ പറഞ്ഞു കേട്ടോ. എല്ലാം രാവിലെ വിളിച്ചു തീർത്ത് ഭീഷണിപ്പെടുത്തുന്നു. രാജാന് അവിടുത്തെ കെട്ടിടത്തില്ലേ? അയ്യോ അവരൊക്കെ ഒരു പഴയ ഒരു വലിയൊരു നൊസ്റ്റ് ഫീലാ. അതെ പഴയ കാലത്തെ കഥകളും കാര്യങ്ങളും. ഇവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. അതെ നമ്മുടെ കാവുങ്കല് തോമാച്ചായന്റെ. ഇങ്ങോട്ടാ പറ എന്നോണ്ട് വിശേഷം. ഇന്നത്തെ ദിവസം വല്ല പ്രത്യേകത ഉണ്ടോ പറയാം? ഒന്നുമില്ല, ഞാൻ പള്ളിയിൽ പോവാ. അത് തന്നെ എന്താ പോയിട്ട് പോവാ ചെല്ല്. ഓക്കെ അപ്പോൾ ഓരോ സ്ഥലത്തെ ഇന്നത്തെ വൈബുകളാണ് ഇന്ന് രാവിലത്തെ. അല്ല അണ്ണൻ നോക്കിയിരുന്ന എന്നെ കണ്ടപ്പോൾ തൊട്ട് ചിരിയാന്ന്. രാവിലെ ഇവിടെ ചായ ഉണ്ടോ? അപ്പോൾ എല്ലായിടത്തും ചായ ഉണ്ടല്ലേ? കൊള്ളാം. വേണ്ട ഞാൻ ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഫുഡ് പോയിസൺ അടിച്ചാണ്. 54 റുപ്പീസ്
അല്ലേ 54 രൂപയാണ് 1 ലിറ്റർ പാലിന് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കാലിത്തീറ്റയുണ്ട്, നല്ല കാലിത്തീറ്റ അല്ലേ പശുവിന്. അപ്പം ഞാനേ ഇങ്ങോട്ട് വരാനുള്ള കാരണം നമുക്ക് പശുവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ സ്ഥലത്ത് വരണമല്ലോ. അപ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു ശൈലി. ഏതേ രാവിലെ പത്രമൊക്കെ പിടിച്ച് കയറി ഇങ്ങനെ പോകുന്നതാണ്, തള്ളി പിടിച്ചത്. കാലിത്തീറ്റയ്ക്ക് എന്നാ വിലയാ? കാലിത്തീറ്റയ്ക്ക് എന്നാ വിലയാ? 1515. അപ്പോൾ എത്ര കിലോ അത്? 55 കിലോ, 50 കിലോ പാക്കല്ലേ? കേരള ഫീഡ്സ് ലിമിറ്റഡ് അല്ലേ? ആ, കേരള ഫീഡ്സ് ലിമിറ്റഡിൻ്റെ 55 കിലോയുടെ സാധനമാണെന്നാണ് പറഞ്ഞത്. ശരി, അതൊക്കെ ഒന്ന് കാണിക്കാമോ? 50 കിലോ, സോറി 55 50 കിലോ കേട്ടോ. ഇതാട്ടോ, ഇതാണ് സാധനം. ഇതാണ് ഈ സാധനം എല്ലാം ഉണ്ട്, ഈ പ്രോട്ടീൻ എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലത്തെ ഒരു വൈബാണ്. രാവിലെ മിൽമയിലൊന്നും ആരും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ലല്ലേ? ആ, പാല് ഒരു സംഭവം ഉണ്ട്. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ, അതായത് സിസ്റ്റർ തന്നെ പറയും. സിസ്റ്ററെ പേരെങ്ങനെ? സിസ്റ്ററെ പൗളി സിസ്റ്ററെ, എന്നതാണ് ഇവിടെ എന്ത് സ്ഥാപനമായി നടത്തുന്നത്? ഇതൊരു റീഹാബിലിറ്റേഷൻ സെന്റർ ആണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. 6 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും കഴിവുള്ളവർക്ക് നമ്മൾ എംബ്രോയിഡറി ഉണ്ട്, ഹാൻഡ് എംബ്രോയിഡറി, സ്വയം പര്യാപ്തമാക്കുന്ന പരിപാടി ഉണ്ടല്ലേ? പിന്നെ കൊന്ത ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകൾ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ 1-2 കുട്ടികൾ ഏതിലാണ് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ അവർ ചെയ്യുന്നു. പിന്നെ അങ്ങനെ നമ്മളിവിടെ തുണികളൊക്കെ അവർ തന്നെ ചെയ്തത് ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് ഒരു ഏണിങ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 6 കുഞ്ഞുങ്ങളിപ്പോൾ ഉണ്ട്. സന്തോഷത്തോടെ പോകുന്നു. അപ്പോൾ എന്തായാലും ചിറ്റാറിൽ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കേട്ടതേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും വന്ന് കാണാൻ, മീറ്റ് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. ഇനി ഒരു ദിവസം നമുക്ക് പിള്ളേരുള്ള ദിവസം, പിള്ളേരെല്ലാം റെഡി ചെയ്ത് ഉള്ള ദിവസം നമുക്കൊരു ദിവസം വീഡിയോ എടുക്കാം. അപ്പോൾ എന്തായാലും താങ്ക് യു സിസ്റ്ററെ. അപ്പോൾ അതായത് ഈ ഡിപ്പോയിലോട്ട് വരുന്ന വഴിക്കാണ്, മിൽമയുടെ അടുത്തായിട്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ സിസ്റ്ററെ, താങ്ക് യു. ആ, പാവയ്ക്ക 1.5 അല്ലേ? പിന്നെ വെണ്ടയ്ക്ക 1.5 കിലോ. വെണ്ടയ്ക്ക ഉണ്ടല്ലേ? എവിടെ നിന്ന് കൊണ്ടുവന്നാ? പയറോ? അത് ഈ ഇത് 1/2 കിലോ. എന്താ വ്യത്യാസം? ഇത് നാടൻ, അത് നാടൻ. ഇത് സാധാ പയറല്ലേ? ഉരുളക്കിഴങ്ങ് കൊച്ചിലോ 1.5 അല്ലേ? അതെന്ത് കാച്ചില്? ചേമ്പിന് എന്നാ വിലയാ? 1.5 കിലോ അല്ലേ? അതിന് വെള്ളം നനച്ചില്ല, വെള്ളത്തിൻ്റെ തക്കാളി 100. നാരങ്ങ എന്നാ വില? നാരങ്ങ 140. എനിക്ക് തോന്നുന്നു 1 കിലോ നാരങ്ങ. നാരങ്ങ നിങ്ങൾ തന്നെ എടുത്തത്, എനിക്ക് വയ്യ. എടുത്തു, ഞാൻ എടുത്തേക്കാം. 1/2 കിലോ മതി. എടുത്ത് നോക്കി 1 കിലോ നാരങ്ങ ഇട്ടാൽ. പിന്നെ ഒരു 1/2 കിലോ ഇത് ക്യാരറ്റ് ഇട്ട് തന്നേരം. ഇനി നാരങ്ങയൊക്കെ വെച്ചിട്ടേ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് പരിപാടികളൊക്കെ ചെയ്യാൻ നല്ലതാണ്. ഇച്ചിരി മതി ഗ്യാസൊക്കെ ഏത് മതി. എത്രയായി? അച്ഛയോ എന്നാ ഉണ്ട്? ഞങ്ങോട്ട് ഇച്ചിരി നാരങ്ങയൊക്കെ വാങ്ങിച്ചേക്കാന്ന് കരുതി. മതി 1.5 കിലോ 100 രൂപ വാങ്ങിച്ചോണ്ട് പോവാച്ചാ. നാടൻ പാവി. നാടൻ. പുള്ളി പറയുന്നത് നാടനാന്ന് പറയുന്നു. 50 രൂപയ്ക്ക് കൂടെ ഇതും അതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 രൂപ അല്ലേ? അപ്പോൾ കട്ടക്കാപ്പി ഉണ്ടായിരുന്നു. കട്ടക്കാപ്പി മാത്രമേ ഉള്ളോ? കട്ടക്കാപ്പി മാത്രമേ ഉള്ളോ? കടിക്കാൻ എന്തുണ്ട്? സുഖിയ സുഖിയോട് കാണിച്ചു അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. സുഖിയ പരിപ്പോടെ നല്ല ചിത്രത്തെ പരിപ്പോടെ വേണ്ട കഴിക്കുന്ന ആഗ്രഹമുണ്ട്. വേണ്ട ഇങ്ങോട്ട് കടന്നാൽ മതി. നമുക്ക് ഒന്ന് ഉഷാറാക്കണ്ടേ? നിങ്ങൾ ചോദിക്കട്ടെ. പനിയാ? എല്ലാവർക്കും പനിയാ. ഒരു പനിയാ, എനിക്കും പനിയാ. ഒരു ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇൻഷുറൻസ് പോളിസി ഉണ്ടോ? ഇൻഷുറൻസ് എടുത്തു. ഇൻഷുറൻസ് ഇല്ല പണിയാ. ഇൻഷുറൻസ് പോളിസി ഉണ്ട്, രക്ഷപ്പെടാം. ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് 40,000-40,000 രൂപയായി. ഇൻഷുറൻസല്ല ഞാൻ രക്ഷപ്പെട്ടു. സത്യം. ആദർശ ശർമ്മ സൂര്യഭായി ഇല്ലേ, പുള്ളി എടുത്ത ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്തിൻ്റെ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട്
കരയൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. അപ്പോൾ കാപ്പി കുടിക്കേണ്ട ഇവിടെ വന്ന് കാപ്പി കുടിക്കുക അല്ലേ അല്ലേ? അതാണ് വഴി. കേട്ടോ ഇപ്പോൾ സലൂണിൻ്റെ ഒരു സലൂൺ വരിക, അതിനകത്ത് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? പാപ്പേ ഉണ്ടെങ്കിൽ എല്ലാം സെറ്റാണ് അല്ലേ? കോട്ടയക്കാർ അച്ചായമാരുണ്ട്, പാപ്പേ ഉണ്ടെങ്കിൽ എല്ലാം സെറ്റാണെന്നാണ് നമ്മുടെ ചന്ദ്രജി പറയുന്നത്. വാട്ടേ പുഞ്ചിരി ചന്ദ്രജി. അയ്യോ എനിക്ക് വയ്യ.